എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ. ഉമ്മമാരെ, നിന്റെ ദുആയെക്കാളും ലോകത്ത് വേറെ ഒന്നുമില്ല ഉമ്മ. നീ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയുടെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്. നീ ശപിക്കല്ലേ, നീ പ്രാവല്ലേ, ഒരിക്കലും നന്നാകില്ലടാ, ഒരിക്കലും നീ നന്നാകില്ലടാ, നീ നരകിച്ച് ചാകുമടാ എന്നൊക്കെ പ്രാവുന്ന ഉമ്മമാരുണ്ട്. ഒരിക്കലും നിങ്ങളങ്ങനെ പറയരുത്. നിങ്ങൾ എന്തേ അല്ലാഹുവെ കേൾപ്പിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, മക്കള് തെറ്റ് ചെയ്യുന്നവരായാൽ അവരെ എഴുതി തള്ളുകയല്ല, അവരെ ഉപേക്ഷിക്കലല്ല, അവനെ ഒഴിവാക്കലല്ല, ഇനി അവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് തെള്ളിക്കളയലല്ല. ആ മകനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്, ആ മകനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. അവനെ കൂടെ നന്നാക്കുമ്പോഴാ നീ വഅയ്നില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. കൊട്ടേഷ സംഘത്തിന്റെ നേതാവായിരുന്ന ഫുളൈൽ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ, ഒരു പെണ്ണിനെ വ്യഭിചരിക്കാൻ പോയപ്പോ, ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാൻ പോയപ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ പടച്ചവനെ ജീവിതത്തിൽ മാറ്റം വന്ന മനുഷ്യനാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ആ ഫുളൈൽ തങ്ങൾ ലോകമറിയുന്ന പണ്ഡിതനായി മാറി, പടച്ചവനെ മഹാനായി മാറി. ആ ഫുളൈൽ തങ്ങൾക്ക് അലി എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു. വാപ്പാ, അലി എന്ന് പറയുന്ന ഒരു മകന്, പറഞ്ഞാൽ അനുസരിക്കാത്ത മകന്, വാപ്പ പറയുന്നത് കേൾക്കാത്ത മകന്. പടച്ചവനെ, അലി എന്ന് പറയുന്ന മകനെ ഒരുപാട് പഠിപ്പിച്ചു നോക്കി, ഒരുപാട് ഉപദേശിച്ചു നോക്കി. പടച്ചവനെ പലരുടെയും മുമ്പിൽ കൊണ്ടുപോയി നോക്കി. അലി എന്ന് പറയുന്ന പൊന്നുമകൻ നന്നാകുന്നില്ല, ഇബാദത്തുകൾ കൃത്യമായി ചെയ്യുന്നില്ല. പറഞ്ഞാൽ അനുസരിക്കാത്ത മകൻ കാരണം ഫുളൈൽ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായിടോ. ഫുളൈൽ തങ്ങളെ കുരുത്തം കെട്ടവനെന്ന് പറഞ്ഞ് എഴുതി തള്ളിയില്ല, എന്നെ നാണം കെടുത്താൻ ജനിച്ചവനാണെന്ന് പറഞ്ഞ് വേദനിപ്പിച്ചില്ല, ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് ശപിച്ചില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അലി എന്ന് പറയുന്ന പൊന്നാര മകനെ ഒരു ദിവസം അടുത്തേക്ക് വിളിക്കുകയാണ്. തന്റെ പൊന്നാര മകന്റെ കൈപിടിച്ചിട്ട് നിസ്കാരപ്പായിലേക്ക് കടന്നു ചെന്നു. 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകനെ പിടിച്ചടുത്തിരുത്തിയിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹ്, നീ എനിക്ക് അമാനത്തായി തന്ന എന്റെ പൊന്നുമോര് ഈ അലിയെ ഞാൻ ഒരുപാട് പഠിപ്പിച്ചു പടച്ചവര്, ഒരുപാട് പരിശ്രമിച്ചു പടച്ചവര്, ഇവനെ നന്നാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു റബ്ബേ, ഇവൻ അനുസരിക്കുന്നില്ല അല്ലാഹ്, ഞാൻ പരാജയപ്പെടുന്നു റബ്ബേ. ുമ്പോ മറുപടി പറയാനൊന്നുമില്ല അല്ലാഹ്. അതുകൊണ്ട് നാദാ, ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പടച്ച റബ്ബിനോട് പറയുകയാ, ഈ പൊന്നുമോനെ നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാഹ്, ഇവനെ നീ നേരെയാക്കി തരണേ അല്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നാദാ, ഇവനെ കൈവിടാൻ മനസ്സ് വരുന്നില്ല റബ്ബേ, ഇവനും നന്നാകണം റബ്ബേ, ഇവനും നേരെയാക്കണം റബ്ബേ. അതുകൊണ്ട് ഇവനെ തവക്കൽതു അലല്ലാഹ്, നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാഹ്, ഇവനെ നീ നന്നാക്കണേ അല്ലാഹ്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ആ പൊന്നുമോനെ പടച്ചവനെ ഏൽപ്പിച്ചു. വാപ്പാ, ഉമ്മമാരേ, ആ തലതിരിഞ്ഞ മകനെ അള്ളാന്റെ അടുക്കൽ കൊടുത്തു, ഇവനെ നേരെയാക്കി തരാ. പെങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുകയാ, അവിടുന്ന് ഖുർആൻ കേൾക്കുകയാ. പടച്ചവനെ അതൊരു ലഹരിയായി മാറുകയാ. അലിയിന് പിന്നെ ഖുർആൻ ലഹരിയായടോ. അല്ലാഹുവേ,
ഖുർആൻ ഒരു ലഹരിയായി മാറുകയാണ്. ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. പഠിക്കും തോറും ലഹരി പോലെ രക്തത്തിലേക്ക് അലിയുകയാ. അല്ലാഹുവിന്റെ കലാമല്ലേ. കേൾക്കണേ ചെറുപ്പക്കാരാ, കേൾക്കണേ ചെറുപ്പക്കാരാ. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടാണെങ്കിലും അല്ലാഹുവേ ഹെഡ്സെറ്റ് വെച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതൊന്ന് കേൾക്കടാ പോരേ. ലയിച്ചു പോകും ചെറുപ്പക്കാരാ. ഒരു സംഗീതത്തിനും തരാൻ കഴിയാത്ത, ഒരു വേടനും തരാൻ കഴിയാത്ത ഒരു വല്ലാത്ത ഒരാനന്ദമുണ്ടല്ലോ, ഒരു വല്ലാത്ത സുഖമുണ്ടല്ലോ, ഒരു കുളിർമയുണ്ടല്ലോ. അത് അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറുമടോ. രാത്രി കിടക്കുന്ന സമയത്ത് പെങ്ങളെ, പൊന്നുമോളെ, ഏതെങ്കിലും ഒരു ഖുർആനിന്റെ സൂറത്തൊന്ന് ഓണ് ചെയ്തിട്ട് ചെവിയിൽ ഒന്ന് കേട്ട് നോക്ക് പെണ്ണ്. അത് വല്ലാത്ത ഒരു ലഹരിയാ. അലി എന്ന് പറയുന്ന പൊന്നുമോന്റെ ജീവിതം മാറുകയാ. പിന്നെ ഖുർആനായടോ, പിന്നെ ഖുർആനായടോ. പടച്ചവരെ, അലിയെ കുറിച്ച് ചരിത്രം പറയുന്നത്, അലിയെ ഖുർആൻ ഓതുന്നത് കേൾക്കാ. പടച്ചവനെ, പക്ഷികൾ പോലും വന്നിരിക്കുമായിരുന്നു. അത്രയും മനോഹരമായി ഖുർആൻ ഓതുന്ന മകനായി അലി എന്ന് പറയുന്ന പൊന്നുമോന് മാറിയെന്ന ചരിത്രം പറയുമ്പോ, വാപ്പാ ഫുളൈൽ ഇബ്നു ഇയാദ് നിങ്ങളുടെ അലി എന്ന് പറയുന്ന മകന് ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് കയ്യിൽ ഖുർആനുമായിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞതെന്ന് ചരിത്രം പറയുമ്പോ, ഉമ്മാ നിന്റെ നാവ് പൊന്നാമുമ്മാ. ഏത് തങ്ങള് ദുആ ചെയ്യുന്നതിനേക്കാളും മഹത്വമുണ്ട് നിന്റെ നാവ് കൊണ്ട്. എന്റെ പൊന്നുമോനെ നന്നാക്കണേ അല്ലാ, എന്റെ പൊന്നുമോളെ നന്നാക്കണേ അല്ലാ. ആ ദുആയ്ക്ക് വല്ലാത്ത ഇജാബത്തുണ്ടോ. അതുകൊണ്ട് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങള് തവക്കൽതു അലല്ലാഹ്, അല്ലാഹനെ ഏൽപ്പിച്ചപ്പോ ആ പൊന്നുമോനെ നന്നാക്കി കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, അല്ല ആരാണെന്ന് പഠിപ്പിക്ക്. അല്ലയല്ലേ എല്ലാം തരുന്നത്. മോനെ, ജോലി തരുന്നത് അല്ലാഹുവാ, ഭക്ഷണം തരുന്നത് അല്ലാഹുവാ, ആരോഗ്യം തരുന്നത് അല്ലാഹുവാ, വീട് തരുന്നത് അല്ലാഹുവാ, എല്ലാം തരുന്നത് പടച്ച റബ്ബാ. ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് പറയുകയാണ്, സഹോദരിമാരോട് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ്. ഇന്നത്തെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ?